സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മാർച്ച് തുടക്കത്തിൽ തന്നെ ഉപഭോഗം 100 ദശലക്ഷത്തിന് അടുത്തെത്തി. ജനങ്ങൾ സ്വയം നിയന്ത്രണം കൊണ്ടുവരണമെന്നും മന്ത്രി ജനൻ ടിവിയോട് പറഞ്ഞു. മന്ത്രി ഓഫീസിലേക്ക് പലവരും വരുമല്ലോ, അതിലിപ്പോ ആര് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വൈദ്യുതി മന്ത്രി പറയുന്നു നമ്മുടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വളരെയധികം കൂടിയിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ വളരെയധികം ചൂടുള്ള കാലാവസ്ഥയാണ്. എല്ലാ വീടുകളിലും ഓഫീസുകളിലും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപകരണങ്ങൾ, അതായത് ഫാൻ, AC അടക്കമുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയമാണ്. നമ്മൾക്ക് ആദ്യം മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോയിട്ട് മടങ്ങിയെത്താം. വല്ലാതെ ഉപയോഗമുണ്ട്. ആളുകൾ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. പീക്ക് അവറിലൊന്നും ഉപയോഗിക്കുന്നത് ഈ ഗ്രൈൻഡർ, മറ്റേ മിക്സി, ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് നിർത്തിയാൽ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഒന്ന് ആ പീക്ക് സമയത്തൊന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പം കൂടാതെ കഴിഞ്ഞു പോകാം. അത് ജനങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നില്ല. അത് കേൾക്കാണ്ടിരുന്നാൽ അവസാനം എല്ലാവരും കൂടി തന്നെ അനുഭവിക്കേണ്ട സ്ഥിതി വരും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വളരെയധികം കൂടിയിരിക്കുന്നു. പ്രത്യേകിച്ചും മഴ പെയ്യാത്ത സാഹചര്യം, ഡാമുകളിൽ വെള്ളം കുറഞ്ഞിരിക്കുന്നു, ജലനിരപ്പ് കുറവാണ്. അതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനവും കുറയുന്ന സാഹചര്യം. അപ്പോഴാണ് വൈദ്യുതി ഉപഭോഗം വളരെയധികം കൂടുന്നത്. അതായത് സംസ്ഥാനത്ത് ഉപഭോഗം 100 ദശലക്ഷത്തിനടുത്തെത്തിയെന്ന് മന്ത്രി പറയുന്നു. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, വേനല് കടുത്തതോടുകൂടെ തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മൾ ജനം ടിവിയോട് പറഞ്ഞത്. ഈ ഉപയോഗം വർദ്ധിച്ചതോടുകൂടെ തന്നെ ഇപ്പോൾ നിലവിൽ മാർച്ച് ആദ്യത്തിൽ തന്നെ 100 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും വൈദ്യുതി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കോ മറ്റോ ഒക്കെ പോകാനുള്ള സാധ്യത അത് ഇല്ലാതാക്കണമെങ്കിൽ ഒരു സ്വയം നിയന്ത്രണം ഇപ്പോൾ ആവശ്യമാണ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് പീക്ക് അവറിൽ ഈ വലിയ വൈദ്യുതി ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ പിന്മാറണം. അതായത് ഗ്രൈൻഡർ, മിക്സി, അതുപോലെ തന്നെ വൈദ്യുതി വാഹനങ്ങൾ രാത്രി സമയങ്ങളിൽ ഈ ചാർജ് ചെയ്യാനിടുന്നത്, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പിന്മാറണം. അത്തരത്തിൽ അതൊക്കെ പകൽ സമയത്ത് ചെയ്യണം എന്നുള്ളതാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. ആളുകൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഉത്സവങ്ങളിലും മറ്റുമൊക്കെ പരമാവധി ജനറേറ്റർ ഉപയോഗിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലേതായാലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കൈമാറ്റ കരാർ ഏർപ്പെട്ടുകൊണ്ട് 500 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ അടുത്ത മാസം ഹിമാചൽ പ്രദേശിൽ നിന്നും കൈമാറ്റ കരാർ വഴി 150 മെഗാവാട്ട് വൈദ്യുതി കൂടി ലഭ്യമാകും. ഇത്രയും വൈദ്യുതി ലഭിക്കുന്നതോടുകൂടെ തന്നെ ഏറെക്കുറെ വൈദ്യുതി ആവശ്യമായിരിക്കും, സംസ്ഥാനത്തിന് വേണ്ട വൈദ്യുതി ഉണ്ടാവും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കടക്കില്ല. അതായത് സാധാരണ നമുക്കറിയാം, ഈ വേനൽ കടുക്കുമ്പോഴാണ് വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുകയും പിന്നീട് ആ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിൻ്റെ അനുസരിച്ച് പവർ കട്ടും മറ്റുമൊക്കെ ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവാറുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ ഏതായാലും അത്തരത്തിൽ ഈ പവർ കട്ടോ മറ്റോ ഏർപ്പെടുത്തുകയോ നിയന്ത്രണം കൊണ്ടുവരികയോ ഒന്നും ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് സംസ്ഥാനത്തിന് വേണ്ട വൈദ്യുതി ഉത്തർപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നും ഉൾപ്പെടെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ഈ ഹിമാചൽ പ്രദേശിൽ നിന്നുകൂടെ വൈദ്യുതി ലഭിക്കുന്നതോടുകൂടെ തന്നെ വൈദ്യുതി ലഭ്യത ഏറെക്കുറെ ഉറപ്പാവും എന്നുള്ളതാണ്. ഏതായാലും വേനൽക്കാലം തരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. അതെ, വൈദ്യുതി മന്ത്രി അങ്ങനെ പറയുന്നെങ്കിലും നമുക്കറിയാം ഇനി വേനൽക്കാലം ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ മാർച്ച് മാസമേ ആയിട്ടുള്ളൂ. ഏപ്രിൽ, മെയ് മാസങ്ങളിലെല്ലാം വേനൽക്കാലം തന്നെയാണ്. അപ്പോൾ വൈദ്യുതി ഉപഭോഗം ഇങ്ങനെ പോയാൽ സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരും എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.